ഭാരത പര്യടനം തുടരുന്നു. ബേലം ഗുഹകൾ കണ്ടു തീർന്നപ്പോൾ സന്ധ്യയായി. ഇന്ന് രാത്രി ദീർഘമായ യാത്രയാണ്. രാത്രികാലങ്ങളിൽ ഞങ്ങളുടെ സംഘാംഗങ്ങൾ ഇങ്ങനെയാണ്. വാഹനത്തിനകത്തുള്ള മ്യൂസിക്കിനൊത്ത് നൃത്തം ചെയ്യും. 14 സ്റ്റേറ്റുകളാണ് ഇത്തവണത്തെ ഭാരത പര്യടനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിറ്റേന്നു രാവിലെ ആന്ധ്രാപ്രദേശിലെ വിജയവാഡ നഗരത്തിലെത്തി. ഇന്ത്യൻ നഗരങ്ങൾ എല്ലായിടവും ഇങ്ങനെയാണ്. വിജയവാഡയിലെ ശ്രീ ദുർഗാ മല്ലേശ്വര ക്ഷേത്രം, കൃഷ്ണ നദീതീരത്ത് ഇന്ദ്രകീലാദ്രി എന്ന ചെറിയ മലയിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രം, മഹിഷാസുരനെ നശിപ്പിച്ച ശേഷം ദുർഗ കുടിയിരുന്ന സ്ഥലമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ദേവിയെ 9 ഭാവങ്ങളിൽ പൂജിക്കുന്നു. കൃതായുഗത്തിൽ കില എന്ന യക്ഷൻ ദേവിയെ പ്രസാദിപ്പിച്ച് ദേവി എൻ്റെ ഹൃദയത്തിൽ വാഴണമെന്ന വരം നേടി. തുടർന്ന് ദേവിയുടെ നിർദ്ദേശപ്രകാരം കൃഷ്ണ നദീ തീരത്ത് ഒരു പർവ്വതരൂപത്തിൽ കുടികൊണ്ടു. മഹിഷാസുരമർദ്ദനത്തിന് ശേഷം ദേവി സ്വർണ്ണ നിറത്തിൽ ശോഭിക്കുമാറ് കില പർവ്വതത്തിൽ വന്നു കുടികൊണ്ടു. ഇതുകൊണ്ട് ദേവേന്ദ്രനും മറ്റ് ദേവതകളും ദേവിയെ കനകദുർഗ എന്ന പേര് ചൊല്ലി വിളിക്കുകയും നിത്യവും പൂജ നടത്തുകയും ചെയ്തു. ദേവേന്ദ്രൻ്റെ സാമീപ്യവും അവിടെ വന്നതിനാലാണ് മലയ്ക്ക് ഇന്ദ്രകീലാദ്രി എന്ന പേര് വന്നത്. തുടർന്ന് ദേവീപ്രീതിക്കായി ശിവഭഗവാനും അവിടെ കുടിയിരുന്നു. ശിവഭഗവാനെ ബ്രഹ്മദേവൻ മല്ലികപ്പൂക്കൾ കൊണ്ട് പൂജിക്കുകയും ചെയ്തു. അതിനാൽ ഇവിടെ ശിവഭഗവാനെ മല്ലികേശ്വരനെന്ന് അറിയപ്പെടുന്നു. ദ്വാപരയുഗത്തിൽ അർജുനൻ ശിവനെ തപസ് ചെയ്ത് പാശുപതാസ്ത്രം നേടിയത് ഇവിടെ വെച്ചാണെന്ന് കരുതുന്നു. അതിനുശേഷമാണ് മല്ലികേശ്വര ക്ഷേത്രം എന്ന പേരിൽ പൊതുജനങ്ങൾക്കിടയിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. അശോക ചക്രവർത്തിയുടെ കാലത്ത് ഈ ക്ഷേത്രം ബുദ്ധമത കേന്ദ്രമായി മാറിയെങ്കിലും തുടർന്ന് വന്ന ശതവാഹന രാജാക്കന്മാർ ക്ഷേത്രമെന്ന രീതിയിൽ പിന്തുണ കൊടുത്തു. കൃഷ്ണ നദീതീരം AD 639 ചൈനീസ് സഞ്ചാരി ഹുയാങ്സാങ് ഇവിടെ സന്ദർശിച്ചിരുന്നു. വിജയവാഡയിലെ ഏറെ പ്രശസ്തമായ ക്ഷേത്രമാണിത്. ഭാരതത്തിൽ പശുക്കളും കാളകളും സ്വതന്ത്രരായി നടക്കുന്നു. ഭാരതീയ സങ്കല്പമനുസരിച്ച് പശു മാതാവാണ്. പാലും പാലുൽപ്പന്നങ്ങളും തരുന്നത് കൂടാതെ കൃഷിമേഖലയെ പരിപോഷിപ്പിക്കുകയും ചെയ്യുന്നു. വിജയവാഡ നഗരം ആന്ധ്രാപ്രദേശിലെ പ്രധാന 4 നഗരങ്ങളിലൊന്ന്. ഇവിടങ്ങളിൽ റോഡിൻ്റെ മധ്യഭാഗങ്ങളിലായി മഹാന്മാരുടെ പൂർണ്ണകായ പ്രതിമകളുണ്ട്. ഗാന്ധിജിയുടെ പ്രതിമ മാത്രം ഞാൻ പകർത്തി. ഒരു പെട്രോൾ പമ്പിൻ്റെ മുൻവശത്ത് സ്ഥാപിച്ചിരിക്കുന്ന സ്തംഭങ്ങൾ കൗതുകം കൊണ്ട് പകർത്തിയതാണ്. ഞങ്ങൾ യാത്ര തുടർന്നു. വിജയവാഡയിലെ നഗരദൃശ്യങ്ങൾ. ഇന്ത്യൻ നഗരങ്ങൾ ഇങ്ങനെയാണ്. നഗരാസൂത്രണം വളരെ കുറവാണ്. ഞങ്ങൾ വീണ്ടും ആന്ധ്രാപ്രദേശിൻ്റെ ഗ്രാമങ്ങളിൽ കടന്നു. ധാരാളം തെങ്ങിൻ തോപ്പുകൾ. ഇത്രയും തെങ്ങുകളുണ്ടെങ്കിലും തേങ്ങ എണ്ണ ഉപയോഗിച്ചുള്ള കറികൾ ഹോട്ടലുകളിൽ കിട്ടിയില്ല. വീണ്ടും നെൽപ്പാടങ്ങൾ കണ്ടു തുടങ്ങി. ഭാരതത്തിൽ തമിഴ്നാട് മുതൽ കാശ്മീർ വരെ നെൽകൃഷി വ്യാപകമായി ചെയ്തു വരുന്നു. കേരളത്തിൽ നെൽകൃഷി താരതമ്യേന കുറവാണ്. നാടിൻ്റെ ജലസമൃദ്ധിക്ക് കേരളത്തിൽ നെൽകൃഷി അനിവാര്യമാണ്. കേരളത്തിൽ കർഷകർക്ക് നെൽകൃഷി ചെയ്യാൻ കഴിയാത്തതിനാൽ ഗവൺമെൻറ് ഇടപെട്ട് കൃഷി ചെയ്യേണ്ടതാണ്. ദേശീയപാതയിലുള്ള ഒരു ടോൾ പ്ലാസ. നാഷണൽ ഹൈവേ അതോറിറ്റിയാണ് ദേശീയപാതകൾ നിർമ്മിക്കുന്നത്. ദേശീയപാതകൾക്ക് കയറ്റവും ഇറക്കവും ഇല്ല. മലകളുള്ള സ്ഥലങ്ങളിൽ ടണലുകൾ നിർമ്മിക്കും. ദേശീയപാതകളുടെ നിർമ്മാണ ചെലവ് ടോൾ പിരിവിലൂടെ നികത്തുന്നു. ദേശീയപാതകൾക്കരികിലുള്ള സ്വച്ഛ ഭാരത് അഭിയാൻ. ഭാരതത്തിലുടനീളം ദേശീയപാതയോട് ചേർന്ന് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ടോയ്ലറ്റ്, കുളിമുറി സൗകര്യങ്ങളാണ് കണ്ടത്. കൂടാതെ പെട്രോൾ പമ്പുകളിലും വനിതകൾക്കുൾപ്പെടെ ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം കേന്ദ്രങ്ങളിൽ വിശ്രമസ്ഥലവും ഒരുക്കിയിട്ടുണ്ട്. ഭാരതം അതിവേഗം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യമാണ്. 2040 വികസിത ഭാരതം ലക്ഷ്യമിട്ട് ഭാരത ഗവൺമെൻറ് പദ്ധതികൾ നടപ്പാക്കുന്നു. ദേശീയപാതകൾ, വിമാനത്താവളങ്ങൾ, തുറമുഖങ്ങൾ, സൂര്യചന്ദ്ര ദൗത്യങ്ങൾ, സൗരോർജ പദ്ധതികൾ, ശക്തമായ അതിർത്തി സംരക്ഷണം, സുതാര്യമായ വിദേശനയം ഇവയെല്ലാം വികസിത ഭാരതത്തിൻ്റെ വിവിധ മുഖങ്ങളാണ്. കൂടാതെ ശുചിത്വം, വീടുകളിലെ ശൗചാലയം, പെൺകുട്ടികളുടെ പഠനം,
ഗ്യാസ് ഇന്ധനം, കുടിവെള്ളമെത്തിക്കൽ, അരി വിതരണം, ഭവന നിർമ്മാണം, ദേവാലയ ടൂറിസം, ആരോഗ്യ പരിരക്ഷ തുടങ്ങിയ മേഖലകളും സജീവമാണ്. ഞങ്ങൾ ഒഡീഷയിലെത്തി. ഒഡീഷയിലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിന് സമീപമുള്ള ബീച്ച്. കൊണാർക്കിന് സമീപമുള്ള ബീയംകൊണ്ട ഹനുമാൻ ക്ഷേത്രം. അവിടുത്തെ പൂജാരിണിയാണ് പ്രതിഷ്ഠയോട് ചേർന്ന് നിൽക്കുന്നത്. ഇവർ പശ്ചിമ ബംഗാളിൽ നിന്ന് വന്ന ടൂറിസ്റ്റുകളാണ്. പ്രഭാത ഭക്ഷണം കഴിക്കുകയാണ്. പൊരിയും കടലയുമാണ് രാവിലത്തെ വിഭവം. ഇവർക്ക് സമീപം തന്നെയാണ് ഞങ്ങളുടെ വിശ്രമസ്ഥലവും. സ്വതന്ത്രനായി നടക്കുന്ന കാളയ്ക്ക് ഞങ്ങളുടെ സംഘാംഗങ്ങൾ ഭക്ഷണം നൽകുന്നു. കൊണാർക്കിന് സമീപമുള്ള ഒരു ബസ് സ്റ്റാൻഡ്. ഇവിടെ ടൂറിസ്റ്റ് ബസ്സുകൾ പാർക്ക് ചെയ്തിരിക്കുന്നത് കാണാം. ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ള ഒരു കരകൗശല വ്യാപാരശാല. വ്യാപാരിയെയും വാങ്ങുന്നവരെയും ഞാനവിടെ കണ്ടില്ല. ഒരു ലോക്കൽ ബാർബർ ഷോപ്പ്. ഇങ്ങനെയും ബ്യൂട്ടീഷ്യൻ സെൻ്ററുകൾ പ്രവർത്തിക്കുന്നു. കൊണാർക്കിലെ ശില്പങ്ങൾ കൊത്തുന്ന ഒരു ശില്പശാലയുടെ മുന്നിലാണ് ഞാൻ. മറ്റൊരു ദേവീ വിഗ്രഹം. ഇതൊരു ഹനുമാൻ ശില്പവും ഒരു ശിവലിംഗവുമാണ്. ഇതെല്ലാം ഓരോ സ്ഥലത്തേക്ക് ഓർഡർ അനുസരിച്ച് പണി. എൻ്റെ ആ ശില്പിയാണ് ഇതായി കാണുന്നത്. 2 ശില്പികളാണിത് തയ്യാറാക്കിയിരിക്കുന്നത്. ചേട്ടൻ്റെ പേരെന്താണ് ചേട്ടാ? വാട്ട് ഈസ് യുവർ നെയിം പ്ലീസ്? നാം യുവർ നാം? ലിംഗരാജ്. അദ്ദേഹത്തിൻ്റെ പേര് വലിയൊരു പേരാണ്. പകുതിയെ എനിക്ക് കിട്ടിയുള്ളൂ. ഞങ്ങൾ കൊണാർക്ക് സൂര്യക്ഷേത്രത്തിന് സമീപമെത്തി. ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ക്ഷേത്രമാണിത്. 50 രൂപയുടെ ടിക്കറ്റ് എടുത്ത് കൊണാർക്ക് ക്ഷേത്രത്തിൻ്റെ പടിവാതിലിലേക്ക് നടന്നു. തുടർഭാഗങ്ങൾ അടുത്ത എപ്പിസോഡിൽ.